വെൽക്കം ബാക്ക് ടു അവർ സീസ് ബാജിയോ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിൽ ഒരു പുതിയൊരു ഫെസ്റ്റിവൽ എന്തോ വന്നതെന്ന് ഞങ്ങളിങ്ങനെ കേട്ടായിരുന്നു. അപ്പോൾ ഇച്ചാനൊക്കെ പറഞ്ഞ് ക്രിസ്മസിനാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. ഭയങ്കര തിരക്കായിരുന്നു. അവതാറിൻ്റെ പുതിയൊരു ഇല്യൂഷൻ ഷോയാണ് അത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഇല്യൂഷൻ ഷോയാണ് അവതാറിൻ്റെ കാണിക്കുന്നത് ഇവിടെ. ഇത് എൻട്രിയാണ്. അവിടെ ആലപ്പുഴ ബീച്ചിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 തരത്തിലുണ്ട്. ഒന്ന് ഈ അവതാറിൻ്റെ ഉണ്ട്, ഒന്ന് മറ്റേ അക്രിലിക്കിൻ്റെ ടൈപ്പ് ഉണ്ട്. 2 എണ്ണം ഉണ്ട്. ഇത് അവതാറിൻ്റെ ലേക്ക് കയറുന്നതാണ്. വേൾഡ് ഇല്യൂഷൻ ഷോ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല രസമുണ്ട് കാണാൻ. കാരണം അവതാറിൻ്റെ ആ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ആ ആനിമൽ, അതിൻ്റെ പിന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന കിങ് കോങ്ങിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എൻട്രൻസ് ആണ്. അത് കയറുമ്പോൾ തന്നെ അവർ ഫ്ലവേഴ്സിൻ്റെ ഒരു ഷോ വെച്ചിട്ടുണ്ട്. അത് നല്ലതാണ്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൽ കാണുന്ന പിക്ചറാണ് എടുത്തത് കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തേക്ക് ആ ഫ്ലവർ ഷോ കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോഴാണ് ഈ ഗ്രീൻ കളറിൽ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര അങ്ങോട്ട് ഉണ്ടായിച്ചാവും എന്ന് എനിക്കറിയത്തില്ല. മാക്സിമം എല്ലാവരും പോയി കാണാൻ നോക്കുക. എന്നാലേ അത് നിങ്ങൾക്ക് ലൈവ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണുന്നതായിരിക്കും നല്ലത്. ഇത് ഡിസംബർ 21 സ്റ്റാർട്ട് ചെയ്തത്. ജാനുവരി 15 വരെ ഉള്ളൂ. എല്ലാവരും മാക്സിമം പെട്ടെന്ന് പോയി കാണാൻ നോക്കുക. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെയാണ്. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പോകുന്നവരൊക്കെ ആണെങ്കിൽ പൈസ എടുക്കാൻ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അവിടെ നെറ്റ് ഭയങ്കര സ്ലോ ആണ്. ആൾക്കാർ ക്രൗഡ് കൂടുന്തോറും നെറ്റ് ഭയങ്കര സ്ലോ ആണ്. ആർക്കും ഗൂഗിൾ പേ ഓപ്ഷനൊക്കെ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഇതിന് അവതാറിൻ്റെ ഷോയ്ക്ക് കയറി അക്രിലിക്കിൻ്റെ കയറാൻ പോയപ്പം നെറ്റ് ഭയങ്കര സ്ലോ, കാശും കരുതിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു അബദ്ധം പറ്റി തിരിച്ചു പോരേണ്ട അവസ്ഥയായി. ഭയങ്കര ക്യൂ ആയിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നമായി. അങ്ങനെ ഞങ്ങളിങ്ങ് പോരുക. പിന്നെയാണ് ഞങ്ങളത് പിന്നെ കാണാൻ പോകുന്നത്. പിന്നെ അതിലേക്ക് ഇങ്ങനെ വരുമ്പം ഒരു നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബീച്ചിൻ്റെ സൈഡിലാണെങ്കിൽ തന്നെയും ആ മണപ്പരപ്പിലാണെങ്കിൽ തന്നെ അവരത് സെറ്റ് ചെയ്തേക്കുന്ന അവർ ഹാറ്റ്സ് ഓഫ് കണ്ടൻസ് കൊടുത്തേ അവർക്ക് പറ്റത്തുള്ളൂ കേട്ടോ. ഒരിക്കലും എല്ലാവരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. കാരണം അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് അവരതിനകത്തുള്ളത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നതെന്ന്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം എല്ലാവരും പോയി കണ്ടിൻ്റെ എക്സ്പീരിയൻസ് ആവുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ താജ്മഹൽ, കുട്ടൂസ്, ലുട്ടാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ച് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ ഇനി വലിയ ക്യാൻ പോലെയുള്ള അക്വേറിയം പോലെ ടൈപ്പിനകത്ത് കുഞ്ഞു കുഞ്ഞു ഫിഷിന് ഇത് കണ്ടപ്പോൾ എനിക്കറിയില്ല ഇവരിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പല കളറിലുള്ള പിങ്ക്, ഗ്രീന്, ബ്ലൂ, റെഡ്, അങ്ങനെ പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫിഷിന് ഉണ്ട്. പിങ്ക് തന്നെ പല ബോട്ടിലാക്കി യെല്ലോ ഇങ്ങനെ ആക്കി സെറ്റ് ചെയ്തിരിക്കുക. ഡിസംബർ 21 തുടങ്ങിയതാണ്. അവർ അത് മുതൽ ഇതുവരെ ഹോൾഡ് ചെയ്തേക്കും. ഇത് എങ്ങനെ ഇവർ സെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഞാനും ഇച്ചാനൊക്കെ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചത് എങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നു. പിന്നെ ഒരു ആദാം ഹൗവ, ഞങ്ങളുടെ ക്രിസ്ത്യാനിറ്റി ആണല്ലോ, ക്രിസ്ത്യൻസ് ഉള്ളവർക്കൊക്കെ മനസ്സിലാവും. ആദാം ഹൗവയൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന രസമാണ്. പിന്നെ അശോകസ്തംഭം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ക്രിസ്മസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടി ട്രീ, സ്റ്റാർസ്, അങ്ങനെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പിന്നെ കയറി വരുന്ന എൻട്രൻസിലാണ് സ്പേസ്, ബഹിരാകാശത്തിൻ്റെ രീതിയിലൊരു സെറ്റപ്പ് ചെയ്തേക്കുന്നത്. മറ്റേ നിങ്ങൾ ഋത്തിക് റോഷൻ്റെ ജാദു ഫിലിം കണ്ടതാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത് അങ്ങനെ. പിന്നെ ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ ഉള്ള ആ ഒരു പേടകം ആ സിനിമയിൽ അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. ഇത് ചുമന്ന കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്. ഫിഷിൻ്റെയാണ്. പിന്നെ ഈ പടമൊക്കെ അതൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ ആദാം ഹൗവയുടെ ഫോട്ടോ കണ്ടപ്പോൾ അമ്മയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ. പിന്നെ അവതാറിലേക്കുള്ള എൻട്രിയാണ് ഇനി വരുന്നത്. ഇതാണ് അവതാറിലേക്ക് കയറുന്ന ആ അവതാർ ഷോ. ഇതാണ് ഇല്യൂഷൻ ഷോ. ഇതാണ് അവിടെ മെയിൻ എല്ലാവരും കാണേണ്ട ഒരു ഷോ എന്ന് പറയുന്നത്. ഇതെല്ലാവരും കയറി കാണുക മാക്സിമം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമുക്ക് കാണാം ഏകദേശമൊക്കെ കണ്ട്. ഇതിൻ്റെ ബാക്കിൽ സൗണ്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് കേൾക്കുക. അതിൻ്റെ ഒറിജിനൽ സൗണ്ട് സിനിമയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. കാരണം ആക്ടേഴ്സിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ടാബ്ലോ പോലെ ഒറിജിനൽ പോലും തോറ്റു പോകും കേട്ടോ. അതുപോലെ അവർ സെറ്റ് ചെയ്തേക്കുന്നു. ഹാറ്റ്സ് ഓഫ് പറഞ്ഞേ പറ്റൂ. ആ ഫ്ലവേഴ്സിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ സഞ്ചരിച്ച് അവർ യാത്ര ചെയ്യുന്ന ആ ആനിമലിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് അവർ യാത്ര ചെയ്യുന്ന ആ ഒരു പേടകത്തിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ടാബ്ലോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സൂപ്പറാണ്. രക്ഷയില്ല കേട്ടോ. എല്ലാവരും കണ്ടുപോയി എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു
എൻ്റെ ഒരു അഭിപ്രായം അതാണ്. എല്ലാവരും പോയി കാണുക, ആ എക്സ്പീരിയൻസ് എല്ലാവരും കാണുക. ബേസിക്കലി പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഇങ്ങനത്തെ ഷോസൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമല്ല. ഡിസ്നി ഹോട്ട്സ്റ്റാർ, ഡിസ്നി ടൈപ്പ്, പിന്നെ ഇങ്ങനത്തെ ഷോസൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടത്തില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ എൻട്രൻസ് ഇറങ്ങി അവിടെ വേറെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കാര്യങ്ങൾ, അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. നേരെ ബീച്ചിൽ കൂടി ഇങ്ങനെ പോകുന്നു. പിന്നെയാണ് എൻട്രൻസ് വരുന്നതാണ്. ഇതാണ് അക്രലിക് ടണൽ എന്ന് പറയുന്നത്. ഇത് വേറൊരു ഇച്ചിരി കൂടി മാറിയിട്ടാണ്. അവതാറിൻ്റെ ഷോയ്ക്ക് 100ഉം ഇതിന് 120 പെർ ഹെഡിന് വരുന്നത്. കയറി വരുമ്പോൾ തന്നെ എൻട്രൻസിന് APJ അബ്ദുൽ കലാം, നമ്മുടെ ഇന്ത്യയെ നിലനിർത്തിയിരുന്ന കുറേ റോക്കറ്റിൻ്റെ ആ ഒരു സംരംഭങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് പോലെയാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നെ അവിടുന്ന് ക്യൂ കെട്ടി പോകുമ്പോഴാണ് കുറേ ആനിമൽസിൻ്റെയൊക്കെ ഇതുണ്ട്. ഇതിൻ്റെ സൗണ്ട് ഞാൻ ഇത് വീഡിയോ വെച്ച് കട്ട് ചെയ്തിട്ട് സൗണ്ട് നിങ്ങൾ കേൾപ്പിക്കും. ഈ സൗണ്ട് നിങ്ങൾ കാണുക കേട്ടോ. അത് കഴിഞ്ഞ് ഇനിയാണ് ഗൈസ് ഇതിൻ്റെ സൂപ്പർ തിങ് എന്ന് പറയുന്നത്. അക്രലിക് ടണലിൽ ഫിഷിനെ അവർ സെറ്റ് ചെയ്തേക്കുന്നു. ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങൾ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്നത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. ഞാൻ വെച്ചാലും കൂടെ ചോദിക്കുമായിരുന്നു ഇവരെങ്ങനെ ഈ ബീച്ചിൽ കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്നതെന്ന്. കാരണം ഇത്രയും മീനിനെ അഫോർഡ് ചെയ്ത് അതിനെ കീപ്പ് ചെയ്ത് ഇത്രയും നാളും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നതിന് ഹാർട്സ് ഓഫ് അവർക്ക് അൻഡേഴ്സ് കൊടുത്തേ പറ്റൂ. കാരണം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെറൈറ്റി ടൈപ്പ് ആണ്, ഡിഫറെൻറ്റ് കളേഴ്സിലാണ് അവർ ഫിഷിനെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ. ഈ ഫിഷ് എന്താ പറയണ്ടത്, സ്റ്റാർ ഫിഷ് തൊട്ട് ഉണ്ട്, പാമ്പിൻ്റെ സ്നേക്സിൻ്റെ വേറെ ടൈപ്പൊക്കെയാണ് കിടക്കുന്നത്. സ്റ്റാർ ഫിഷൊക്കെ ഉണ്ട്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഇതിനെങ്ങനെ കുഞ്ഞു മീൻ തൊട്ട് ഏറ്റവും വലിയ മീൻ വരെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. തന്നെ മനസ്സിലാവും. നമ്മൾ നടന്നു പോകുമ്പോൾ മേപ്പോട്ട് നോക്കിയാൽ മതി, ജസ്റ്റ് എല്ലാം കാണാം. അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫിഷിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഇത് ചെയ്തു എന്ന് ഞങ്ങൾ കൂടെ ഞാൻ ഇച്ചനോട് ചോദിക്കുക. പിന്നെ സൈഡിൽ 2 സൈഡിലായിട്ട് മുകളിലൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തത്. എല്ലാവരും മാക്സിമം പോയി കാണാൻ നോക്കുക. ഒരു ജനുവരി 15 വരെ ഉള്ളൂ. പിന്നെ ഇത് കാണാൻ പറ്റില്ലെങ്കിൽ പോയി ബീച്ചിൽ തന്നെയാണ് ഈ 2 എണ്ണം സെറ്റ് ചെയ്തേക്കുന്നത്. ഒത്തിരി ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ കച്ചവട കടയൊക്കെ ഉണ്ടാവും ഇതിനൊക്കെ ഉള്ളത്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും വരിക, മാക്സിമം എല്ലാവരും വന്ന് കണ്ട് അനുഭവിക്കുക അതിൻ്റെ എക്സ്പീരിയൻസ്. എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.